മക്കളെ, ദിസ് ഇസ് ASR ഫ്രം റേസ് എഡ്യൂക്കേഷൻ. യെസ്, അപ്പോൾ നമ്മൾ +1 കാത്തിരുന്ന ആ എക്സാം വന്നിരിക്കുകയാണ് അല്ലേ. അതായത് +1 ഫൈനൽ എക്സാം അല്ലെങ്കിൽ +1 ബോർഡ് എക്സാം ഇങ്ങ് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ, അതായത് 10ാം ക്ലാസ് വരെ വളരെ ഈസി ആയിട്ട് പഠിച്ചു, വളരെ ഈസി ആയിട്ട് എക്സാം എഴുതി ഈസി ആയിട്ട് പാസ്സായി വന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആ ഒരു ഫേസിലല്ല നമ്മുടെ +1 +2 കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ +1 കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ അല്ല അല്ലേ. +1 എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്ക് പഠിക്കാനുള്ളത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം കുറച്ചുകൂടി ടഫാണ്. നമ്മൾ അന്ന് കൊടുത്ത എഫേർട്ടിനേക്കാൾ എത്രയോ കൂടുതൽ എഫേർട്ട്, നല്ല ഹാർഡ് വർക്ക് കൊടുത്താൽ മാത്രമേ നല്ല മാർക്ക് നമുക്ക് +1 വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും ഇപ്പോൾ ടെൻഷനിലാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം എഴുതാൻ സാധിക്കും. സോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ബോർഡ് എക്സാമിലേക്ക് എത്ര ദിവസങ്ങളാണ് ഇനിയുള്ളത്? കയ്യിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ +1 ബോർഡ് എക്സാമിലേക്കുള്ളത് അല്ലേ. കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം 40 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ ബോർഡ് എക്സാമിലേക്കുള്ളത്. 40 ദിവസങ്ങൾ ചെറിയ സംഖ്യയായിട്ട് നമ്മളിപ്പോൾ കണക്കാക്കണം. കാരണം നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം അതിനേക്കാൾ കൂടുതലാണ്. 50ലേറെ ചാപ്റ്റേഴ്സാണ് നമുക്ക് എക്സാമിന് പഠിക്കാനുള്ളത്. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് 49 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതേപോലെ ബയോളജി സയൻസുകാർക്ക് ഏകദേശം 56 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതായത് ദിവസങ്ങളെക്കാൾ കൂടുതൽ എന്താണ്? ചാപ്റ്റേഴ്സിൻ്റെ എണ്ണമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് കൃത്യമായി പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങാൻ സാധിക്കും? ഒരു ലൈവിൽ ഒരു കുട്ടി ചോദിക്കുകയുണ്ടായി, അതായത് മിസ്സേ, ഇതുവരെ എക്സാം സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇനി പഠിച്ചാൽ നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുമോ? എല്ലാ ചാപ്റ്റേഴ്സും ഇനി കവർ ചെയ്യാൻ സാധിക്കുമോ? അത് എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലല്ലേ ഇരിക്കുന്നത്. നമ്മുടെ ഡിറ്റർമിനേഷൻ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ഉറപ്പായും നല്ല മാർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചെടുത്തിട്ട് നമുക്ക് എക്സാമിന് വാങ്ങാൻ സാധിക്കും. നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ഫിസിക്സിൽ 14 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്, കെമിസ്ട്രിയിൽ 9 ചാപ്റ്റേഴ്സ്, മാത്സിൽ 14 ചാപ്റ്റേഴ്സ്, ബയോളജിയിൽ 19 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് 12 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഇത് മൊത്തം കൂട്ടുമ്പോൾ നല്ലൊരു സംഖ്യയായി 50ലേറെ ചാപ്റ്റേഴ്സാണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ പഠിച്ച് തീർക്കേണ്ടത്. അപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും, +1 അല്ലേ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഞാനിതൊക്കെ ഒന്ന് അറിഞ്ഞു വരണ്ടേ, പഠിച്ചു വരണ്ടേ, സമയം എടുക്കും, അപ്പോൾ ഈ ഒരു വർഷം ഇങ്ങനെ പോയിക്കോട്ടെ, എനിക്ക് പറ്റുന്ന പോലെ പഠിച്ച് ഞാൻ പറ്റുന്ന പോലെ മാർക്ക് വാങ്ങുന്നുള്ളൂ, പാസ്സായാലാവട്ടെ ഫെയിൽ ആയാലാവട്ടെ അല്ലെ, ഉഴപ്പാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാക്കുക, +2കാർ ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ കഷ്ടപ്പാടാണ്. അതായത് +2 ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെയാണ് അവർ ഇംപ്രൂവ്മെൻ്റ് എക്സാമും എഴുതുന്നത്. ഉഴപ്പന്മാരായിട്ടുള്ള നമ്മുടെ +1കാരാണ് അവർ അല്ലേ. കഴിഞ്ഞ വർഷത്തെ +1കാർ അന്ന് ഉഴപ്പിയത് കൊണ്ട് എന്തു പറ്റി? കുറേ സബ്ജക്റ്റുകളിൽ മാർക്ക് കുറഞ്ഞു, അത് ഇമ്പ്രൂവ് ചെയ്യാൻ പോവാണ്. പക്ഷേ +2 ബോർഡ് എക്സാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണോ അതേ സമയത്ത് തന്നെയാണ് +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമും അവർ എഴുതാൻ പോകുന്നത്. അപ്പോൾ എത്ര ടൈറ്റ് സ്കെഡ്യൂളിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. +2 പഠിക്കണം, +1 പഠിക്കണം. ഇതിനോടൊപ്പം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മാറ്റം, അതായത് ആ പാറ്റേണിൽ വന്ന മാറ്റം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് മാറ്റമാണ് വന്നത് എന്ന് ചോദിച്ചാൽ അതിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഇത് സുവോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഈ തവണത്തെ ക്രിസ്മസ് എക്സാമിന്, അതായത് 2024 ക്രിസ്മസ് എക്സാമിന് ഡിസംബർ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണിത്. അതേ സമയത്ത് 2024 മാർച്ച് ബോർഡ് എക്സാമിന് അല്ലെ, കഴിഞ്ഞ വർഷം ബോർഡ് എക്സാമിന് ചോദിച്ച ചോദ്യമാണിത്. രണ്ടും നോക്കിയാൽ മനസ്സിലാകും, കഴിഞ്ഞ വർഷം വരെ വളരെ ഈസി ആയിട്ടാണ് ചോദ്യങ്ങൾ വന്നിരുന്നത്. പക്ഷേ ഈ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ബയോളജീനേക്കാൾ കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകളെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുന്നതിനൊപ്പം തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യണം. NCERTയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. നമ്മളെ ഗവൺമെൻറ് എപ്പോഴും കേട്ടോണ്ടിരുന്ന ഒരു കുറ്റമാണ്, അതായത് ഭയങ്കര ഈസി ആയിട്ട് +1 +2കാരെ വിടുന്നു, എക്സാം ഒക്കെ വളരെ ഈസിയാണ്, എല്ലാവരും പാസ്സാവുന്നു. എല്ലാവരും പാസ്സാവട്ടെ, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്ര ഈസി ആക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഇല്ലല്ലോ എന്നൊക്കെ അവർ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അവരെന്ത് ചെയ്തു? അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നു. ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് ടഫാക്കി അല്ലേ. അപ്പം ആരാ ടൈറ്റായത്? നമ്മളാണ് ടൈറ്റായത്.
പക്ഷെ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കുമല്ലോ. നമ്മൾ നന്നായി പഠിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ട് എന്താ ഉള്ളത്? ഏത് മാർക്കും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഫുൾ മാർക്സ്, ഫുൾ A+ അല്ല, ഫുൾ മാർക്സ് നമ്മൾ വാങ്ങിയിരിക്കണം അല്ലേ. അപ്പൊ നമ്മൾ കുറേ ഇഷ്യൂസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ എന്താ പറയുക ഒബ്സ്ട്രഗിൾസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറി. ഇപ്പൊ ഇത്തവണ നിങ്ങൾ ഉഴപ്പുകയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് നിങ്ങൾ ബോർഡ് എക്സാമും ഇംപ്രൂവ്മെന്റ് എക്സാമും ഒക്കെ ഒരുമിച്ച് എഴുതേണ്ടി വരും. ഇപ്പൊ +2 ഭയങ്കര ടൈറ്റ് ആവും. +2 എത്തുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അപ്പൊ എല്ലാം കൂടി നിങ്ങൾക്ക് ഭയങ്കര ബേർഡൻ ആയി പോകുന്നുണ്ട് അല്ലെ. ഇത് കൂടാതെ നമുക്ക് എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് നിങ്ങളുടെ മുന്നിലുള്ളത് ഇപ്പൊ നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം, ഈ 3 മാസമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. ഈ 3 മാസത്തിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. കാരണം എന്താ? അല്ലാത്ത കുറെ ഡിസ്ട്രാക്ഷൻസ് വരും അല്ലെ. നമുക്ക് കല്യാണം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അടുത്ത ആൾക്കാരുടെ പ്രോഗ്രാം ഉണ്ടാവും. ഇനി അതല്ല, നമുക്ക് ചിലപ്പം ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു വയ്യായി വരാൻ ചാൻസ് ഉണ്ട് അല്ലെ, പനിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ കൃത്യമായി നമ്മൾ പറയുകയാണെങ്കിൽ 40 ദിവസം പോലും നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോഴേ മൈൻഡ് സെറ്റാക്കി വെക്കുക. അതായത് എൻ്റെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു അടിപൊളി ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഇതിനു വേണ്ടി പ്രയത്നിക്കാൻ പോവാണ്. ആദ്യം നിങ്ങൾക്ക് ആ ഡിറ്റർമിനേഷനാണ് വരേണ്ടത്. ആദ്യം നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു കാര്യമാണ് വരേണ്ടത്. അപ്പം എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം, എങ്ങനെ ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം, ചില കുട്ടികൾ രാവിലെ പഠിക്കും, ചില കുട്ടികൾ രാത്രി പഠിക്കും. നിങ്ങളെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സമയം നിങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ രാവിലെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ രാത്രി എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു ചാപ്റ്റർ കവർ ചെയ്യുക. ഇപ്പം ഇന്ന് ഏത് ചാപ്റ്റർ ആണോ നിങ്ങൾ എന്ത് ചെയ്തത്, കവർ ചെയ്തത്, അതായത് ഒരു ചാപ്റ്റർ മുഴുവൻ നിങ്ങൾ ഇന്ന് പഠിച്ചു എന്ന് വിചാരിക്കുക. നാളെ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് എന്ത് ചെയ്യുക? മറച്ചു നോക്കൊന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾ ആദ്യം തയ്യാറാക്കി വെക്കണം. ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അതിൽ കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. ക്രിസ്മസ് എക്സാമിന് പഠിച്ചു, ഓണപരീക്ഷയ്ക്ക് പഠിച്ചു, നിങ്ങളെ സ്കൂളിലുണ്ടായ എന്താ പറയുക ടെസ്റ്റ് സീരീസിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ക്ലാസ് ടെസ്റ്റുകൾക്കും യൂണിറ്റ് ടെസ്റ്റുകൾക്കും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് തറോ ആയിട്ടുണ്ടാവും അല്ലേ, കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയാത്ത കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾ ഇടുക. എന്നിട്ട് അതിൽ ഏറ്റവും വലിയ ചാപ്റ്റേഴ്സ് അല്ലെ, ഏറ്റവും വലിയ ചാപ്റ്റേഴ്സ്, ബിഗ് ചാപ്റ്റേഴ്സ് അല്ലെ, കുറേ സമയം വേണ്ട ചാപ്റ്റേഴ്സ്, ടൈം കുറേ വേണ്ട ചാപ്റ്റേഴ്സ്, ആ സമയം വേണ്ട ചാപ്റ്റേഴ്സാണ് നിങ്ങൾ ആദ്യം പഠിക്കാനിരിക്കേണ്ടത്. ആദ്യം ഈ ചാപ്റ്റേഴ്സ് സമയം കണ്ടെത്തി പഠിച്ചു തീർക്കുക. കൃത്യമായ ഒരു ടൈം ടേബിളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ വലിയ ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും, കോൺഫിഡൻസ് കിട്ടും, ഒരു ബേർഡൻ ഒഴിഞ്ഞു പോലെ നിങ്ങൾക്ക് തോന്നും. വലിയ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ കവർ ചെയ്തു, ഇനിയുള്ള സമയം കൊണ്ട് എനിക്ക് ചെറിയ ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഒരു ദിവസം മിനിമം 3 മണിക്കൂർ, 3 hours നിങ്ങൾ എഫക്റ്റീവായി പഠിക്കണം. ടൈം ടേബിൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ. ചില ആൾക്കാർ ടൈം ടേബിൾ സെറ്റ് ചെയ്യും, എന്നിട്ടോ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല അല്ലേ. ടൈം ടേബിൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടൈം ടേബിളിൽ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കണം. ഡെയിലി ഏകദേശം 3 മണിക്കൂർ പഠിക്കാൻ ശ്രമിക്കണം. 3 ഹവേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 ഹവേഴ്സ് എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ ചില കുട്ടികൾക്ക് ഫിസിക്സ് ഭയങ്കര ടഫായിരിക്കും, ചില ആൾക്കാർക്ക് ബയോളജി ഭയങ്കര ടഫായിരിക്കും, ചിലർക്ക് മാത്സിന് കുറേ സമയം വേണം. അപ്പം അങ്ങനെയുള്ള സബ്ജക്ട്സിന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്താം കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ്. പഠിക്കാൻ എടുക്കുന്ന സമയം അത് നിങ്ങൾക്കേ അറിയുള്ളൂ. അതിനനുസരിച്ച് വേണം ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ ടൈം അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തു, ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്തു അല്ലെ, ഓരോ ദിവസവും ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റാക്കി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. അതായത് ആ ഒരു ടൈം ടേബിളിൽ മാറ്റം വരാത്ത രീതിയിൽ, നിങ്ങൾ മാറ്റം വരുത്താത്ത രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാനിരിക്കുക. ആ കൺസിസ്റ്റൻസിയാണ് എപ്പോഴും നമുക്ക് വേണ്ടത്. ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് 40 ദിവസത്തെ ഒരു ടൈം ടേബിൾ ആയിരിക്കും. 40 ദിവസം തികച്ചു കിട്ടില്ല. കാരണം എന്താ? മാർച്ചിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ, മാർച്ചിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ മുന്നേ ഉള്ള ദിവസം വരെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നു, ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് വേണം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനനുസരിച്ച് പഠിക്കാൻ. പിന്നെ എപ്പോഴും കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ മാർച്ച് പരീക്ഷയ്ക്ക് കാത്തിരിക്കരുത്. അതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾക്കൊരു മോഡൽ എക്സാം ഉണ്ടല്ലേ. ഇപ്പം നമുക്കറിയാം
ഫെബ്രുവരി 16 ഒക്കെ ആകുമ്പോൾ നമ്മളെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഈ മോഡൽ എക്സാം നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റാ? കാരണം നമ്മൾ ഒരു ഡാൻസ് കളിക്കാനുണ്ടെങ്കിൽ സ്റ്റേജിൽ പെർഫോം ചെയ്തതിന് മുന്നേ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ തൊട്ട് മുന്നുള്ള ഒരു പ്രാക്ടീസാണ് നമ്മുടെ മോഡൽ എക്സാം. അപ്പോൾ മോഡൽ എക്സാം ആണ് നമ്മുടെ എക്സാം എന്ന് ഫൈനൽ എക്സാം എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ആ എക്സാമിന് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടിപൊളിയായിട്ട് മോഡൽ എക്സാം എഴുതുക. അപ്പോൾ മോഡൽ എക്സാം അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും. ഈ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനാണ് മോഡൽ എക്സാം. ആ കോൺഫിഡൻസ് മതി നിങ്ങൾക്ക് ഫൈനൽ എക്സാം അടിപൊളിയായിട്ട് എഴുതാനും ഫുൾ മാർക്ക് വാങ്ങാനും. അപ്പോൾ മോഡൽ എക്സാമിലേക്ക് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. യെസ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? എന്തൊക്കെയാണ്? എന്തായാലും 3 മാസം കഷ്ടപ്പെടണം. അത് കഷ്ടപ്പാടല്ല, അത് ഹാർഡ് വർക്കാണ് അല്ലെ. 3 months നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഡിറ്റർമിനേഷനോട് കൂടി തന്നെ പഠിക്കണം. ഞാൻ +2 വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ +1 ഇപ്പോൾ തന്നെ പഠിക്കുന്നു, നല്ലോണം പരീക്ഷ എഴുതുന്നു, ഇനി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാൻസ് എൻ്റെ മുന്നിലില്ല, അതെനിക്ക് വേണ്ട. അതാണ് നിങ്ങൾ ആദ്യം കരുതേണ്ടത്. ഇംപ്രൂവ്മെന്റിലേക്ക് നിങ്ങൾ പോണ്ട. ഈ വർഷം തന്നെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. 3 മാസത്തെ കഷ്ടപ്പാടാണ്. +1 എക്സാം നന്നായിട്ട് എഴുതി നിങ്ങൾക്ക് +1ന്റെ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങൾക്കും നിങ്ങളുടെ പാരൻസിനും ഉണ്ടാവുന്ന ഒരു സന്തോഷം, നിങ്ങൾ ആ ഒരു കഷ്ടപ്പാടിന് കിട്ടിയ മാർക്കാണത്. അപ്പം നിങ്ങൾക്ക് വരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഹാപ്പിനെസ്, അത് വളരെ വലുതാണ്. അത് അനുഭവിക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. അതനുസരിച്ചാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. ഒരു ചാപ്റ്റർ പഠിച്ചാൽ എന്തായാലും മറക്കും, എല്ലാവരും മറക്കും. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ചാൽ മറക്കും അല്ലെ. നിങ്ങൾക്കൊരു ക്ലാസ് എടുക്കണമെങ്കിൽ ആ ചാപ്റ്റർ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ഞങ്ങൾ മറക്കും. അപ്പം ഞങ്ങൾ എന്താ ചെയ്യുക? ഓരോ തവണയും അത് റിവൈസ് ചെയ്യാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ തവണയും ചാപ്റ്റർ റിവൈസ് ചെയ്യണം. ആ റിവിഷന് നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 minutes ഒരു ചാപ്റ്ററിന് കൊടുക്കുക, എന്നിട്ട് റിവൈസ് ചെയ്യുക. 15 to 20 minutes മാത്രമേ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ രീതിയിലായിരിക്കണം അതിൻ്റെ മുന്നത്തെ ടൈം ടേബിളിൽ നിങ്ങൾ ആ ചാപ്റ്റർ സെറ്റ് ചെയ്യേണ്ടതും സമയം കണ്ടെത്തേണ്ടതും പഠിക്കേണ്ടതും. റിവിഷൻ ചെയ്തു, ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു എക്സാം കോൺഫിഡൻ്റ് ആയിട്ട് എഴുതണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ സ്ഥിരമായിട്ട് നമ്മളെല്ലാവരും ഫോളോ ചെയ്ത പാറ്റേൺ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ പാറ്റേൺ മാറി. PYQ എന്ന് പറയുമ്പം ഒരു 50% കോൺഫിഡൻസേ അതിൽ നിന്ന് വരാൻ പാടുള്ളൂ. അത്ര മാത്രമേ PYQയിൽ നമ്മൾ ആശ്രയിക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ആശ്രയിക്കാൻ പോകുന്നത് NCERTയിലാണ്. NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ NCERTയിൽ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. ആ ക്വസ്റ്റ്യൻസ്, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യാം. NCERT ബേസ്ഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അല്ലാതെ നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടി കുറേ സൈറ്റ്സ് ഉണ്ട്, കുറേ ആപ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ട് നിങ്ങൾ ചെയ്യുക. അതായത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ചെയ്തു പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറുന്നത് നിങ്ങൾ മനസ്സിലാക്കില്ല. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറി, അയ്യോ എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ വരാൻ പാടില്ല. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പം എപ്പോഴും നല്ല കട്ടിക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തു പഠിക്കുക. നമ്മുടെ പാറ്റേൺ മാറി എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇത്തവണ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ ഒരു എക്സാമിന് നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കണം എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ. ശരിക്കും ഇതിൻ്റെയൊക്കെ പ്രശ്നം നമ്മളെ കോവിഡിലാണ് കിടക്കുന്നത്. കോവിഡിൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിക്കോ. അതായത് ഇപ്പോൾ 2010, 2011, 12, 13 അല്ലെ 14 ആ സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നല്ല കട്ടക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന പോലത്തെ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അന്ന് കുട്ടികൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ. ഈ കോവിഡിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്ര സിമ്പിൾ ആവുന്നതും കുട്ടികൾ ആ ഒരു ലെവൽ മനസ്സിലാക്കാതെ പോയതൊക്കെ അതിന് ശേഷമാണ്. പക്ഷെ ഇപ്പം വീണ്ടും നമ്മൾ തിരിച്ച് ആ പാറ്റേണിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഒന്ന് നിങ്ങൾ മറച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒക്കെ ഒന്ന് അറിയാനായിട്ട് സാധിക്കും. ഇനി നമ്മളിപ്പോൾ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഈ ചാപ്റ്റേഴ്സിൽ കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം, കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം, ചിലത് നിങ്ങൾക്ക് അറിയില്ല. ഈ അറിയുന്ന ചാപ്റ്റേഴ്സിന് നിങ്ങൾ ഇപ്പോഴേ സമയം കണ്ടെത്തരുത്. ആ ചാപ്റ്റേഴ്സ് ജസ്റ്റ് റിവൈസ് ചെയ്യാനുള്ള ചാപ്റ്റേഴ്സാണ്. കാരണം അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം.
ഒന്ന് വായിച്ചാൽ മതി, ഒന്ന് റിവൈസ് ചെയ്താൽ മതി. എന്തിനാണ് ആ ചാപ്റ്റേഴ്സിന് ഇപ്പോൾ സമയം കളയുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടൈം ടേബിൾ അല്ലേ. 6-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 6-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് ആണ്, 11-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇപ്പോൾ ബയോ സയൻസുകാർക്ക് 6-ാം തീയതി ഇത് എക്സാം കഴിഞ്ഞാൽ 15-ാം തീയതിയാണ് എക്സാം വരുന്നത്. കെമിസ്ട്രി 15 കഴിഞ്ഞാൽ വീണ്ടും 5 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അതായത് 20-ാം തീയതി അല്ലെ, 15 കഴിഞ്ഞ് 20, 4 days ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ 4 days ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ടാണ് ബയോളജി എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം നോക്കിക്കഴിഞ്ഞാൽ, അതായത് ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാമിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ റിവൈസ് ചെയ്യാം. അതിനിപ്പോഴേ നിങ്ങൾ സമയം കളയണ്ട. പഠിക്കാത്ത ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഇപ്പോൾ നല്ല സെറ്റാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച ചാപ്റ്റേഴ്സും പഠിക്കാത്ത ചാപ്റ്റേഴ്സും ഈ ഗ്യാപ്പിൽ റിവൈസ് ചെയ്താൽ മതി. ഈ ഗ്യാപ്പിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും നന്നായിട്ട് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഗ്യാപ്പിലാണ് നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിചാരിച്ച മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ഒരു സ്കെഡ്യൂളിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും, അടിപൊളി മാർക്ക് കിട്ടും. അതിപ്പോൾ +2 എന്ന് പറയുന്ന ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ വേണ്ട. +1 ആയിട്ട് കാണുക. +1ന്റെ എക്സാം സീരിയസ് ആയിട്ട് കാണുക, നന്നായിട്ട് എക്സാം എഴുതുക. ഇനി മക്കളെ നോക്കിക്കേ, ഇപ്പം നമ്മൾ റിവൈസ് ചെയ്തു അല്ലേ, റിവൈസ് ചെയ്തു, PYQ ചെയ്തു, NCERT ക്വസ്റ്റ്യൻസ് ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷെ നേരെ ഒരു എക്സാം എഴുതാനല്ലേ നിങ്ങൾ പോകുന്നേ? അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സെൽഫ് എക്സാം നടത്തുക. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ എക്സാം എഴുതുക. നിങ്ങൾക്ക് സെൽഫ് അസസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ചാപ്റ്റർ നിങ്ങൾ എത്ര ഡീപ്പായിട്ടാണ് പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ടോപ്പിക്സ് വിട്ടുപോകുന്നുണ്ടോ, മറന്നു പോകുന്നുണ്ടോ, ഇനിയും ആ ഒരു ചാപ്റ്ററിന് സമയം വേണോ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സെൽഫായിട്ടൊരു എക്സാം നിങ്ങൾ നടത്തിയേ പറ്റൂ. അപ്പം സെൽഫ് എക്സാമും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനോടൊപ്പം തന്നെ നടത്തുക. വെറും 2-3 മാസത്തെ കഷ്ടപ്പാടാണ്. ആ ഒരു കഷ്ടപ്പാട് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ്സിൻ്റെ മൊമെൻ്റ് ആണ്. അല്ല, എന്തായാലും നിങ്ങൾക്ക് അറിയാലോ, 10ാം ക്ലാസ് ഒക്കെ ഈസി ആയിട്ട് കടന്നു കഴിഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് 10ാം ക്ലാസ് എന്ന് പറയുന്നതൊക്കെ വെറുതെയാ. അതല്ല, അപ്പോഴേക്ക് അടുത്ത വഴിത്തിരിവ് വരും. കണ്ടില്ലേ, +1 +2 വന്നില്ലേ, ഇത് കഴിഞ്ഞാൽ അടുത്തത് വരും. അപ്പം നിങ്ങളെ ഭാവി നിർണ്ണയിക്കുന്ന വർഷമാണ് ഈ 2 വർഷം, +1ഉം +2 അല്ലേ. ഈ +2 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു സ്പെസിഫിക് കോഴ്സ് എടുത്ത് ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ടുള്ള കോഴ്സ് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവാണ്. അപ്പം ഭാവി സേഫ് ആവണമെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾ അതിന് വേണ്ട ഹാർഡ് വർക്ക് കൂടുതലായി ചെയ്യേണ്ടത്. അപ്പം എനിക്കറിയാം നമ്മുടെ +1 മക്കൾ എല്ലാവരും അടിപൊളിയാണ്, നല്ല മക്കളാണ്. ഇപ്പോൾ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ മനസ്സിലൊരു കോൺഫിഡൻസ് വരട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ കൂടെ ഉണ്ട്, നമ്മളെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ എക്സാമിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കും. അത് ഞങ്ങളെ ഗ്യാരണ്ടിയാണ്. അപ്പം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ ഇരുന്ന് കണ്ടു. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ ഫ്രണ്ട്സും ഇതൊന്നും കാണണം അല്ലെ? ഫ്രണ്ട്സിനും കുറച്ച് മോട്ടിവേഷൻ ആവശ്യമുണ്ടെന്നല്ലേ? അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എക്സാം ആണ് വരുന്നത്. അപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. സോ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഒന്ന് ഓൺ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നമുക്ക് കാണാം. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. സോ ടിൽ ദെൻ ടാറ്റ.